നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അതീവ വോളറ്റിൽ ആയിട്ടുള്ളൊരു മാർക്കറ്റിനെയാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. സിക്സാക്ക് മാർക്കറ്റായിരുന്നു ഇന്നുണ്ടായിരുന്നത്. നിഫ്റ്റിയും സെൻസെക്സും അങ്ങനെ തുടർച്ചയായ 6ാമത്തെ ദിവസം റെഡിൽ ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 3 മാസത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ഫോളിനാണ് മാർക്കറ്റ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അത് മാത്രമല്ല, നിഫ്റ്റി 50 ഇൻഡെക്സ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എല്ലാം തന്നെ 3 ഇയർ ആവറേജ് റേഞ്ചിൻ്റെ താഴെ പോയി എന്നുള്ള ഒരു ന്യൂസാണുള്ളത്. എങ്കിലും ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻട്രാഡേ ലോയിൽ നിന്ന് 700 പോയിൻറ്റിൻ്റെ ഒരു റിക്കവറി രേഖപ്പെടുത്തി. നിഫ്റ്റി ബാങ്ക് മാത്രമല്ല, ഫിനാൻഷ്യൽ സെക്ടറും റിക്കവറി രേഖപ്പെടുത്തി. നിഫ്റ്റി ഇന്ന് റിക്കവറി രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയും വീണ്ടും നെഗറ്റീവിലാണ് ക്ലോസിംഗ് നടത്തിയിട്ടുള്ളത്. ഇന്ന് കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ മഹീന്ദ്രയുടെ ഭാഗത്തുനിന്ന്, ഐഷർ മോട്ടോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചു. കൂടാതെ തന്നെ ഇന്നത്തെ ഇടിവിന് ഹീറോ മോട്ടോ കോർപ്പും ഈ ഒരു ഓട്ടോ സെക്ടറിൽ ഇന്ന് ജോയിൻ ചെയ്തു. ജയൻറ്റ് FMCG കമ്പനിയായിട്ടുള്ള ITCയിലും ഇന്ന് സെല്ലിംഗ് പ്രഷർ കണ്ടു. എങ്കിലും ഈ ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെയുള്ള അശോക് ലൈലാൻഡ് ഇന്ന് മികച്ച പ്രകടനം രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും ഇവരുടെ Q3 റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 30% ഒരു അപ്സൈഡ്. അപ്പോൾ സ്ട്രീറ്റ് എസ്റ്റിമേഷൻ എല്ലാം തന്നെ ബീറ്റ് ചെയ്തു. കൂടാതെ തന്നെ ഇവർക്ക് ഇലക്ട്രിക്കൽ ബസ്സിൻ്റെ എല്ലാം തന്നെ ഓർഡർ ഉണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് ഓട്ടോ സെക്ടറിലുള്ള മറ്റ് സ്റ്റോക്കുകൾ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുകൂടിയും ഇന്ന് അശോക് ലൈലാൻഡ് നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചത്. ഇന്ന് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്, റിയൽ എസ്റ്റേറ്റ് സെക്ടറിലാണ് കനത്ത ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കിലും വലിയൊരു ഇടിവ് കണ്ടു. ഈ ഒരു ഡിമാൻഡ് കൺസേൺ ആണ് പ്രധാനമായിട്ടും കാരണം. പ്രസ്റ്റീജ് 7% ഇടിവ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 5% ഇടിവ്, DLF 4% ഇടിവ്. റിയൽ എസ്റ്റേറ്റ് മേഖലക്ക് ഗുണമുണ്ടാകേണ്ടതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന സമയത്ത്. കാരണം കൂടുതൽ ലോണുകളെല്ലാം തന്നെ കുറഞ്ഞ പലിശയിൽ അവർക്ക് അവൈലബിൾ ആവും. പക്ഷേ ഈ ബാങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ഇഷ്യൂ കാരണം ബാങ്ക് ലോൺ ഇഷ്യൂ ചെയ്യുന്നത്, പുതിയതായിട്ട് ലോൺ അനുവദിക്കുന്നതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസിൻ്റെ എല്ലാം തന്നെ ഏർപ്പെടുത്തുന്നുണ്ടാവാം. അതുകൊണ്ടാണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഈവൻ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട് കൂടിയും റാലി ചെയ്യേണ്ടിയിരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല ഉണർവ് ഇല്ലാത്തത്. കൂടാതെ തന്നെ നിഫ്റ്റി എങ്കിലും 23,000 എന്ന റേഞ്ചിൽ നിന്ന് ആ ഒരു റേഞ്ചിൽ മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 23,000 താഴെ ഇന്നത്തെ ലോ, ഇൻട്രാഡേ ലോ, നിഫ്റ്റിയുടെ എല്ലാം തന്നെ ഇൻട്രാഡേ ലോ എന്ന് പറഞ്ഞാൽ 22,850 ഒക്കെ പരിസരത്തായിരുന്നു. അത് സ്ട്രോങ് ആ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതൊക്കെ റിക്കവറി രേഖപ്പെടുത്തി 23,000 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അത് പോസിറ്റീവായിട്ട് കാണാം. കാരണം ഒരു മേജർ ഏരിയ ആണ് 23,000 എന്ന റേഞ്ച്. ഈ ഒരു നിഫ്റ്റിക്ക് ഇത് സാധ്യമായിട്ടുള്ളത് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളാണ്, എസ്പെഷ്യലി HDFC, കൊട്ടാക് ബാങ്ക്, ബജാജ് ഫിനാൻസ്, ഫിൻസർവ് തുടങ്ങിയ കമ്പനീസ്. ഇനി പ്രധാനമായിട്ടും ഹുണ്ടായി, മോർഗൻ സ്റ്റാൻലി ആ ഒരു ഇൻഡെക്സിലേക്ക് ആഡായി. അദാനി ഗ്രീൻ ഈ ഒരു സെയിം ഇൻഡെക്സിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കമ്പനീസ് എല്ലാം തന്നെ തേജസ് ജെറ്റിൻ്റെ എല്ലാം തന്നെ ഡെലിവറി പെട്ടെന്ന് തന്നെ അവർ നടത്തുമെന്നുള്ള അപ്ഡേറ്റ് ആ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ലെതർ ഏരിയക്ക് ആ ഒരു സെഗ്മെൻറ്റിന് ഗവൺമെൻറ് കുറച്ച് ബൂസ്റ്റ് ചെയ്തത് കാരണം ആ ഒരു സമയത്ത് റാലി രേഖപ്പെടുത്തിയ ക്യാമ്പസ് ആക്റ്റീവേറ, അതല്ലെങ്കിൽ ബജാജ്, ബാറ്റ ഇന്ത്യ തുടങ്ങിയ കമ്പനീസിൽ ഇന്നും ആ ഒരു നേട്ടം കണ്ടു. ക്യാമ്പസ് ആക്റ്റീവേറ എല്ലാം തന്നെ ഇന്ന് 10% ഒരു റാലി കണ്ടു. IRB ഇൻഫ്ര എല്ലാം തന്നെ 12,000 കോടി രൂപയുടെ എല്ലാം തന്നെ പുതിയ ഓർഡർ അടുത്ത 6 മാസത്തിനകം കിട്ടുമെന്നുള്ള ന്യൂസൊക്കെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ നിന്നുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ്, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ കഴിഞ്ഞ ഡിസംബറിൽ 41,136 കോടി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. 39,669 കോടി രൂപയാണ് ഈ തവണ കൈവരിച്ചിട്ടുള്ളത്. ഇത് അസോസിയേഷൻ മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോയിൽ ഒരു 2.5% ഒരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും സ്മോൾ ക്യാപ്പ് ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ 4 കോടി മാർക്കറ്റ് ക്യാപ്പ്, ഇൻവെസ്റ്റേഴ്സ് അല്ല, സ്മോൾ ക്യാപ്പ് ആ ഒരു സെക്ടറിൽ 4 കോടി മാർക്കറ്റ് ക്യാപ്പാണ് വൈപ്പ് ഔട്ട് ആയി പോയിട്ടുള്ളത്. 20% ഒരു കറക്ഷൻ സ്മോൾ ക്യാപ്പിൽ കണ്ടിട്ടുണ്ട്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് നല്ലൊരു ഇൻഫ്ലോ കിട്ടി ഈ ഒരു സമയത്ത്. അതായത് മ്യൂച്വൽ ഫണ്ട് മറ്റേ സ്മോൾ ക്യാപ്പിലും അങ്ങനെയുള്ള ലാർജ് ക്യാപ്പിലുള്ള ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻഫ്ലോ കുറഞ്ഞെങ്കിൽ കൂടിയും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻഫ്ലോ വർദ്ധിച്ചിട്ടുണ്ട്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത, ഗവൺമെൻറ് കടപ്പത്രങ്ങളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. അതായത് ഇക്വിറ്റി മാർക്കറ്റ് ഫോളോ ചെയ്താലും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്
ഫോളോ ആകില്ല എന്നുള്ളത് ഒരു പ്രത്യേകത കൊണ്ടാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലുള്ള ഫണ്ട് ഇൻഫ്ലോ വർദ്ധിക്കുന്നത്. കാരണം ഇത് ഇക്വിറ്റി ബേസ് ചെയ്തിട്ടുള്ളതല്ല. ഇതിൻ്റെ മേജർ പോർഷൻ ഗവൺമെൻറ് കടപ്പത്രങ്ങളിലേക്കാണ് പോകുന്നത്. പൂർണ്ണമായിട്ടല്ല, കുറച്ച് പോർഷൻ മാത്രം ഇക്വിറ്റിയിലേക്ക് പോകും. ഗോൾഡ് ETF-ഉം അതുപോലെ തന്നെ ഗോൾഡ് ETF-ലേക്കും ശക്തമായിട്ടുള്ള ഒരു ഫണ്ട് ഇൻഫ്ലോ കണ്ടു. ഗോൾഡ് ഈ ഒരു സമയത്ത് ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ആളുകൾ ഗോൾഡ് ETF-നെ കൺസിഡർ ചെയ്തത് കൊണ്ടാണ്. ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് പോലെ ഇത് പ്രവർത്തിക്കുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ബൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഗോൾഡ് ETF-ൻ്റെ പ്രത്യേകത. ഇനി സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് CDSL എന്ന് പറഞ്ഞ കമ്പനി ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ അവരൊരു പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ഇവർ കൈവരിച്ചു. 15 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ CDSL ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 ഇവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 കോടിയായിരുന്നു. അപ്പോൾ 2025 ആയപ്പോൾ അത് 5 കോടി വർദ്ധിച്ചു. അതായത് വെറും 2 വർഷം കൊണ്ട് 5 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ വർദ്ധിച്ചു. കൊറോണയ്ക്ക് മുമ്പ് ഇന്ത്യയിൽ ആകെ 2.5 ക്രോർസ് ഡിമാറ്റ് അക്കൗണ്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴാണ് ഈ ഒരു കണക്കുകളിലുള്ള ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വെറും 2 വർഷം കൊണ്ട് 5 കോടി ഡിമാറ്റ് അക്കൗണ്ടുകളാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 2 വർഷം കൊണ്ട് നിക്ഷേപിച്ച ആളുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രബിൾ ആയിട്ടുള്ളത്. കാരണം അവർ മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ സൈക്കിൾ അവർ കണ്ടിട്ടില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു തെളിവാണ് ഇപ്പോൾ CDSL പുറത്തുവിട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ്. ഇനി 1999 CDSL ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആയി CDSL വന്നിട്ടുള്ളത്. NSTയിൽ ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണെങ്കിൽ കൂടിയും ലിസ്റ്റ് ചെയ്തിട്ടില്ല, വളരെ അടുത്ത് തന്നെ ലിസ്റ്റ് ചെയ്യും. NBCCക്ക് മിസോറാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവാണ്. പ്രധാനമായിട്ട് ഹെനിക്കൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബിയർ കമ്പനിയുടെ റിസൾട്ട് വന്നു. പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഈവൻ ഇന്ന് US-ൽ നിന്ന് ഏത് ഡേറ്റയാണ് വരുന്നത്? US-ൽ നിന്ന് വരുന്നത് ഇന്നത്തെ പണപ്പെരുപ്പ നിരക്ക് അഥവാ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് വരുന്നത്. കൂടാതെ തന്നെ സൈമൺസും എല്ലാം തന്നെ റെക്കോർഡ് ഓർഡർ ബുക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് യൂറോപ്പിൽ നിന്ന് സൈമൺസ് കമ്പനി. ഇനി US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ജെറോം പവലിൻ്റെ സ്പീച്ച് എഗെയിൻ ഉണ്ട്. കൂടാതെ തന്നെ US-ൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവായ രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പുതിയതായിട്ടുള്ള വാർത്ത അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. 5.22% നിന്ന് നമ്മളുടെ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പ നിരക്ക് എന്ന് പറയുന്നത് 5 മന്ത് ലോ ആയിട്ടുള്ള 4.31 എന്ന പെർസെൻറ്റിലേക്ക് ഇൻഫ്ലേഷൻ ഡ്രോപ്പായി എന്നുള്ളതാണ് നമുക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ വാർത്ത എന്ന് പറയുന്നത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കാൻ ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത് കാണാം. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഇനി തൊട്ട് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് 14.9. ഇനി ഗോൾഡിൻ്റെ റേറ്റ് ഏറ്റവും ടോപ്പിൽ നിന്ന് രണ്ടാമത് കാണാം 2889. ഗോൾഡിൽ ഏകദേശം ഒരു $9 ഒരു ഇടിവ് ഉണ്ടായതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട ഡേറ്റാസ് എല്ലാം തന്നെ കളക്ട് ചെയ്തിപ്പോൾ ഞാനൊരു പരമാവധി സ്ക്രിപ്റ്റിൽ ഫോമിലാക്കാറുണ്ട്. കാരണം സംസാരിച്ച് വരുമ്പോൾ വേറെ ഏരിയയിലേക്കൊന്നും മാറിപ്പോകാതിരിക്കാനാണ്. പണ്ട് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു, പിന്നീട് അത് മാറി. പക്ഷെ കുറച്ച് പോയിൻ്റ് അപ്പോൾ മിസ്സായി പോകുന്നുണ്ടെന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് ഇപ്പോൾ വീണ്ടും ഒരു സ്ക്രിപ്റ്റഡ് ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം നമ്മൾ പോയിന്റിൽ നിന്ന് വ്യതിചലിക്കരുത്. അപ്പോൾ അതിനർത്ഥം കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. തമ്പനെയിൽ നോക്കേണ്ട കാര്യമില്ല. സ്ഥിരമായിട്ട് ന്യൂസ് കാണുന്ന ആളുകൾക്ക് അറിയാം, കൃത്യം 7 മണിക്ക് നമുക്ക് കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തമ്പനെയിൽ ആരെ അട്രാക്റ്റ് ചെയ്യാനാണ്? നമ്മുടെ ചാനൽ കാണാത്ത ആളുകളെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തമ്പനെയിൽ പ്രത്യേകതകളുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇടണം എന്നുള്ള ബോധ്യം നിലവിൽ ചാനൽ കാണുന്ന പ്രോ ട്രേഡേഴ്സ് ആയിട്ടുള്ള മെച്യൂരിറ്റി ഉള്ള നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ രാവിലെ പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.